പോകാനൊരു സമയം കിട്ടുന്നില്ല, നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന സമയം ക്വാണ്ടിറ്റി. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത് എങ്ങനെ സക്സസ് ആവാം അല്ലേ. നമ്മൾ 3-4 പോയിന്റ് അല്ലെങ്കിൽ 2-3 പോയിന്റ് ഒക്കെ നമ്മൾ സംസാരിച്ചത്. ഇന്ന് ഞാൻ വേറൊരു വലിയൊരു പോയിന്റായിട്ട് വന്നേക്കുന്നത് ഫ്രണ്ട്. ഓക്കെ, ഒരു ഫ്രണ്ടാണ് നിങ്ങളെ സക്സസ്സിലോട്ട് പോകാനുള്ള മെയിൻ കാരണം. ഇപ്പം നിങ്ങളെ ഹാപ്പിനെസ് ടൈമിലാണ് ഒത്തിരി ഫ്രണ്ട്സ് നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, ഒത്തിരി ഫ്രണ്ട്സ് നിങ്ങളുടെ അടുത്ത് വരുന്നു, ഒത്തിരി ഫ്രണ്ട്സ് നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നു. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെ പതുക്കെ വിട്ടു, നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം 1-2 പേരോ കാണത്തുള്ളൂ. സോ ഐ എം കമ്മിങ് ടു സേ ദാറ്റ് ക്വാളിറ്റിയാണ് നോക്കേണ്ടത്, ക്വാണ്ടിറ്റി അല്ല. ജസ്റ്റ് ഫോക്കസ് ഓൺ യുവർ ഫ്രണ്ട്സ് ക്വാളിറ്റി, നോട്ട് ക്വാണ്ടിറ്റി. ഇപ്പോൾ ഒരു 100 ഫ്രണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവസാനം കാണുന്ന 1-2 പേര്. ഈ 1-2 പേര് പണ്ട് മുതൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല. സോ ക്വാളിറ്റികൾ നോക്കുക ഫ്രണ്ട്ഷിപ്പിൻ്റെ. എപ്പോഴും ക്വാണ്ടിറ്റി, എനിക്ക് 100 ഫ്രണ്ട്സ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഹാപ്പി ആകുന്നുണ്ട് ഒരിക്കലും പറയരുത്. നിങ്ങളുടെ ക്വാളിറ്റി നോക്കുക. ഇപ്പം നിൻ്റെ ഒരു ഫ്രണ്ടിന് വേറൊരു ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ നീ അവൻ്റെ കൂടെയാണ് നടക്കുന്നത്. അപ്പം കാണുന്ന ആൾക്കാർ എന്ത് പറയും, ഇവനാണ് അവിടെ ചെന്ന് അവനെ ഇങ്ങനെ ആക്കിയത്, അല്ലെങ്കിൽ ഇവനാണ് അപ്പുറത്തവനെ അവനെ അങ്ങനെ ആക്കിയതെന്ന് പറയും. സോ നിങ്ങളാണ് നിങ്ങളെ നശിപ്പിക്കുന്നത്. വേറെ ഫ്രണ്ട്ഷിപ്പിൽ പോയി നിങ്ങളുടെ സക്സസിൻ്റെ കരിയറിനെ ബാധിക്കാൻ വേണ്ടി നിങ്ങൾ അപ്പുറത്തെ ഫ്രണ്ട്ഷിപ്പ് അത് നല്ല ഫ്രണ്ട്ഷിപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ തന്നെ പോകുന്നത് അല്ലേ. സോ ഗൈസ്, ഞാൻ പറയുന്നത് നിങ്ങളുടെ ഒരു സോൺ ഉണ്ടല്ലോ, ആ സോണിൽ ഓക്കെ ആൾക്കാരെ മാത്രം ഫ്രണ്ട്സ് ആക്കുക. അല്ലാതെ വെളിയിൽ നിന്ന് വരുന്ന ഒരാൾ ഫ്രണ്ടാക്കി കുറച്ചും നിങ്ങൾ ഒരു നല്ലൊരു സ്റ്റേജിൽ നിന്ന് വേറൊരു സ്റ്റേജിലോട്ട് പോകാതിരിക്കുക. ഇപ്പം നിങ്ങൾ കരിയർ ബിൽഡ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ പാത്ത് നല്ല സ്മൂത്തായിട്ട് പോകണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഫ്രണ്ട്സിനോട് ഷെയർ ആക്കുക നിങ്ങളുടെ പ്രോബ്ലംസ്. അല്ലെങ്കിൽ നിങ്ങളെ ഇപ്പോൾ സ്റ്റാർട്ടപ്പിയുടെ ഫ്രണ്ട്സിനോട് ഷെയർ ആക്കുക. അവർ ഒത്തിരി ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആൾക്കാർ ഈ ഫ്രണ്ട്സ് ആണ്. അവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ നമുക്ക് ജസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ട് ഈ കാര്യങ്ങൾ കുറച്ചും കൂടെ സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സംസാരിച്ചെല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു ഫ്രണ്ട് നിന്റെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുവാണെങ്കിൽ അവൻ എന്തോ പറയുന്നത് വെച്ചാൽ, എടാ ഞാൻ നിന്റെ കൂടെ നിൽക്കും, പക്ഷെ എനിക്ക് നിന്റെ ഒന്നും വേണ്ട, അങ്ങനെ വേണം പറയാൻ. അല്ലാതെ എടാ ഞാൻ നിന്റെ കൂടെ ഇപ്പോൾ അത് ഷെയർ എനിക്ക് വേണം, അല്ല ഞാനിത് നിൽക്കത്തില്ല അന്ന് പറയുന്ന ആൾ ഒരിക്കലും നിന്റെ പ്രോഫിറ്റിന് വേണ്ടിയല്ല, അത് അവൻ്റെ പ്രോഫിറ്റിന് വേണ്ടിയാണ് നിന്റെ കൂടെ നിൽക്കുന്നതെന്ന് ആലോചിച്ചോ. പക്ഷെ അതാ നമ്മൾ തിരിച്ച് കരിയർ ഫോക്കസിങ്, കരിയർ ബിൽഡിങ് വിത്ത് എ ഫ്രണ്ട് എന്നാണ് നമ്മൾ പറയാൻ വന്നത്. ഓക്കെ, ഒരു ഫ്രണ്ട്ഷിപ്പിൽ എപ്പോഴും നമുക്ക് വേണ്ടത് കമ്മ്യൂണിക്കേഷനാണ്. ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും ഫാദർ മദർ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ പേരൻറ് റിലേഷൻഷിപ്പ് ഉള്ളത്, അല്ലെങ്കിൽ ബ്രദർഹുഡ് സിസ്റ്റർഹുഡ്, ഇപ്പം പാർട്ട്നേഴ്സിനോടുള്ള റിലേഷൻഷിപ്പിൽ നമുക്ക് ഒത്തിരി വേണ്ടത് ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ എല്ലാ കാര്യത്തിനും കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വേണം. ഇപ്പം എപ്പോഴും ഇങ്ങനെ മിണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ഇരിക്കുവാണെങ്കിൽ ആരും ഒന്നും ചോദിക്കാനും പറയാനും പോകുന്നില്ല. സോ നിങ്ങളെ സെൽഫ് എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങുക. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ അങ്ങനെയാണ് കൂട്ടാതെ. അതിലെ ക്വാളിറ്റി അങ്ങനെ നിങ്ങൾക്ക് ക്വാളിറ്റി ഉണ്ടോയെന്ന് മറ്റുള്ളവർ അറിയുന്നത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ വഴിയാണ്. അല്ലെങ്കിൽ ക്വാണ്ടിറ്റി നോക്കിയിട്ട് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഒന്നും ആർക്കും മനസ്സിലാവാൻ പോകുന്നില്ല. സോ ഗൈസ്, ഐ എം സേയിങ് ദാറ്റ് നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട്. നിങ്ങളുടെ പാത്ത് ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക. ആൻഡ് യു ഹാവ് ടു മേക്ക് എ ഗുഡ് ഫ്രണ്ട്ഷിപ്പ്. അല്ലാതെ നിങ്ങൾ ഈ ഒരു ജനറേഷൻ ഭയങ്കര പ്രശ്നമുള്ള ജനറേഷനാണ്. എല്ലാവരും പ്രശ്നത്തിൽ പോവില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക. താങ്ക് യു.